ഇലക്ട്രിക് ബസ്സുകളുടെ കണക്കിലും പർച്ചേസിലും ക്രമക്കേടുകളുണ്ടെന്ന് കണ്ടെത്തി കോൺഗ്രസ് നേതാവും MLA-യുമായ M. വിൻസെന്റ് രംഗത്തെത്തി. ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ നിലപാടുകളെ അനുകൂലിക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷ MLA-യുടെ പുതിയ വിശദീകരണം. KSRTC സ്വിഫ്റ്റ് കമ്പനിയുടെ ഇലക്ട്രിക് ബസ്സുകൾ ലാഭത്തിലാണെന്ന് കാണിച്ച് മാനേജ്മെന്റ് മന്ത്രിക്ക് നൽകിയ കണക്കുകളിൽ ഗുരുതര പിശകുകളുണ്ടെന്നും PMI കമ്പനിയുടെ 50 ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസുകളിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് സംശയിക്കുന്നതായും MLA വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാളികൾക്ക് ഗതാഗത മന്ത്രിയിൽ പ്രതീക്ഷയുണ്ടെന്നാണ് വിൻസെന്റിന്റെ വാർത്താ സമ്മേളനത്തിൽ നിറയുന്ന വാദം. KSRTCയുടെ ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെന്ന ഗണേഷ് കുമാറിന്റെ വാദം ശരിവെക്കുന്ന തരത്തിലാണ് പ്രതിപക്ഷ MLA വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത്. മുൻപ് ഈ വിഷയത്തിൽ ഗണേശിനെ CPM പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ വിവാദത്തിൽ KSRTCയിൽ ഇനി പുതിയ തീരുമാനം എടുക്കില്ലെന്ന് മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് കണക്കുകൾ പ്രതിപക്ഷം പുറത്തുവിട്ടിരിക്കുന്നത്. 2-3 ഇലക്ട്രിക് ബസ്സുകൾ ഓടിച്ച് ഗുണനിലവാരം മനസ്സിലാക്കാതെ ഒറ്റയടിക്ക് 50 ബസ്സുകൾ 4% കിഫ്ബി വായ്പയ്ക്ക് വാങ്ങിയത് അഴിമതിക്കാണോ എന്നാണ് MLA-യുടെ ചോദ്യം. പുതിയ ബസ്സുകളിൽ റിജക്റ്റഡ് സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നതായി മനസ്സിലാക്കുന്നുവെന്നും സ്വിഫ്റ്റ് കമ്പനിക്ക് വാങ്ങിയ PMI കമ്പനിയുടെ 50 ഇലക്ട്രിക് ബസ്സുകളുടെ പർച്ചേസിംഗ് ഉടമ്പടിയും വാങ്ങുന്നതിന് മുമ്പ് ബസ്സുകളുടെ ഗുണനിലവാരം പരിശോധിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടും മാനേജ്മെന്റ് പുറത്തുവിടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാനേജ്മെന്റിന്റെ കണക്കുകൾ പ്രകാരം 6026 രൂപ ഒരു ബസ്സിന് പ്രതിദിന വരുമാനവും 4752 രൂപ പ്രതിദിന ചിലവുമാണ്. എന്നാൽ യഥാർത്ഥ ചിലവിൽ ലോൺ തിരിച്ചടവും ബസിന്റെ ബാറ്ററി മാറുന്ന ചിലവും കൂടെ കൂട്ടിയാൽ ഒരു ഇലക്ട്രിക് ബസ്സിന് പ്രതിദിനം 9299 രൂപ ചിലവ് വരും. അങ്ങനെയാകുമ്പോൾ ഒരു ഇലക്ട്രിക് ബസ്സിന് പ്രതിദിനം 3273 രൂപയും പ്രതിവർഷം 11.78 ലക്ഷം രൂപയും 50 ബസ്സുകൾക്ക് പ്രതിവർഷം 5.89 കോടി നഷ്ടത്തിലുമാണ് ഓടുന്നതെന്നും MLA പറഞ്ഞു. മിസ് മാനേജ്മെന്റ് ആണ് KSRTCയുടെ ഇന്നത്തെ മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണമെന്നും അതുകൊണ്ടാണ് ശമ്പളം നൽകാൻ വേണ്ടതിന്റെ 3 ഇരട്ടി വരുമാനം തൊഴിലാളികൾ കൊണ്ടുവന്നിട്ടും അവർക്ക് കൃത്യമായി ശമ്പളം നൽകാൻ കഴിയാത്തതെന്നും MLA കുറ്റപ്പെടുത്തി. 70-80 യാത്രക്കാരുള്ള ബസ്സുകളിൽ ഒരാൾക്ക് 10 രൂപയുടെ ടിക്കറ്റ് നൽകിയില്ല എന്നാരോപിച്ച് ജീവനക്കാരെ പുറത്താക്കിയതും ആയിരക്കണക്കിന് രൂപ പിഴ അടപ്പിക്കുകയും ചെയ്യുന്ന മാനേജ്മെന്റിന് അവർ വരുത്തിയ ഈ കോടികളുടെ നഷ്ടങ്ങൾക്ക് അവർക്ക് സർക്കാർ എന്ത് ശിക്ഷയാണ് നൽകാൻ പോകുന്നത് എന്നാണ് ജനങ്ങൾക്കും യൂണിയനുകൾക്കും അറിയേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ETM പർച്ചേസുകളിൽ നിലവാരമില്ലാത്ത മെഷീനുകൾ വാങ്ങിയ ശേഷം അത് മറയ്ക്കാൻ 2 വർഷത്തിനിടയിൽ വീണ്ടും 10 കോടിയിലേറെ രൂപ ചിലവിട്ട് പുതിയ ETM മെഷീനുകൾ വാങ്ങുകയാണെന്നും MLA പറഞ്ഞു. ജീവനക്കാരുടെ NPS, NDR, PF തുടങ്ങി ശമ്പളങ്ങളിൽ നിന്നും പിടിക്കുന്ന 1 രൂപ പോലും അവർക്ക് നൽകുന്നില്ല. പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും 1.5 വർഷമായി തടഞ്ഞു വെച്ചിരിക്കുന്നു. പക്ഷേ ലക്ഷങ്ങൾ ചെലവഴിച്ചുള്ള കരാർ നിയമനങ്ങൾ KSRTCയിലും സ്വിഫ്റ്റിലും തുടരുകയാണെന്നും ഇതുകൊണ്ടാണ് KSRTCയിൽ ആർക്കും ഒരു ഗുണവും ഇതുവരെ ലഭിക്കാത്തതെന്നും MLA കുറ്റപ്പെടുത്തി. ജീവനക്കാരെ പട്ടിണിയിലാക്കിയ പരാജയപ്പെട്ട പരിഷ്കാരങ്ങൾ ഏകപക്ഷീയമായി കൊണ്ടുവരുന്ന മാനേജ്മെന്റിൽ നിന്നും അതിന്റെ നഷ്ടമായ കോടിക്കണക്കിന് രൂപ പിടിച്ചെടുക്കണമെന്നും MLA M. വിൻസെന്റ് പറഞ്ഞു. KSRTCയെ മുച്ചൂടും മുടിച്ച് സ്വകാര്യവൽക്കരിക്കാനുള്ള ശ്രമമാണെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം മാനേജ്മെന്റിനെ പുറത്താക്കി കൃത്യമായ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും ജീവനക്കാർക്ക് നൽകാനുള്ള നടപടികൾ പുതിയ ഗതാഗത മന്ത്രി സ്വീകരിക്കണമെന്നും ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു.